നമസ്കാരം. 10 വർഷം പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരള പോലീസ് നിർജ്ജീവമായിരുന്നു. മുകളിലുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരിൽ മിക്കവരും ഡെപ്യൂട്ടേഷൻ വാങ്ങി കേന്ദ്ര സർവീസിലേക്ക് പോയി. പിണറായിയെ സ്തുതിക്കുകയും പിണറായിയുടെ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തവർക്ക് ഉന്നത പദവി കിട്ടി. മറ്റുള്ളവരൊക്കെ ഒതുക്കപ്പെട്ടു. താഴത്തെ തട്ടിൽ പോലീസിന്റെ പ്രവർത്തനം നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുക എന്നതിലും CPM താല്പര്യമുള്ള ലഹരി കച്ചവടക്കാർ അടക്കമുള്ള ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കുക എന്നതിലുമായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ എന്ന ഒന്ന് പോലീസിൽ ഇല്ലാതായി തീർന്നു. അടിമുടി അഴിമതിയും നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമായ ഇടപെടലുമാണ് പോലീസ് നടത്തിയത്. പിണറായി ഭരണകാലത്തെ ഒരു ഉദ്യോഗസ്ഥന് പോലും നട്ടലോടുകൂടി പിണറായിയോട് എന്തെങ്കിലും പറയാൻ സാധിക്കുമായിരുന്നില്ല. അജിത് കുമാർ എന്നു പേരുള്ള ഒരു ADGP ആയിരുന്നു പോലീസിനെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നതും ഭരിച്ചിരുന്നതും. DGPക്ക് പോലും വിലയുണ്ടായിരുന്നില്ല അജിത് കുമാർ പോലീസ് ഭരണം ഏറ്റെടുത്ത കാലത്ത്. പിണറായി 2016 ഭരണം ആരംഭിക്കുന്നത് തന്നെ നിലവിലുണ്ടായിരുന്ന DGP TP സെൻകുമാറിനെ നിയമവിരുദ്ധമായി സ്ഥലം മാറ്റിക്കൊണ്ടാണ്. സെൻകുമാറുമായുള്ള നിയമ പോരാട്ടമായിരുന്നു ആദ്യ മാസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. പിന്നീട് DGP പദവി പാവകൾക്കായി റിസർവ് ചെയ്യുന്നു. റിട്ടയർ ചെയ്യുമ്പോഴും ഈ പാവകളെ തുടരാൻ അനുവദിക്കും. എന്നിട്ട് തനിക്കിഷ്ടമുള്ള ഒരു ADGPയെ ലോ ആൻഡ് ഓർഡർ വിഭാഗത്തിൽ വെച്ച് ഏതു നിരപരാധിയെയും വേട്ടയാടുകയായിരുന്നു പിണറായി. അന്നൊന്നും പോലീസ് സേനയിൽ ആർക്കും ഒരു മുറുമുറുപ്പും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറയുന്നത് പോലെ തന്നെ കേട്ടു. താഴത്തെ തട്ടിലെ നീതിബോധമുള്ള പോലീസുകാരിൽ പലരും സ്വയം ജീവനെടുത്തു. മറ്റുള്ളവർ മനസ്സില്ലാ മനസ്സോടെ നിരപരാധി വേട്ടയ്ക്ക് നിന്നുകൊടുത്തു. കാലം മാറി, പുതിയ സർക്കാർ വന്നു, പുതിയ മുഖ്യമന്ത്രി വന്നു, പുതിയ ആഭ്യന്തരമന്ത്രി വന്നു. ഇതോടുകൂടി ഇതുവരെ ഇല്ലാതിരുന്ന നട്ടല് പോലീസ് ഓഫീസർമാർക്കുണ്ടേ എന്ന് അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. സർക്കാർ പറയുന്നതൊന്നും തങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ അപ്പോൾ തന്നെ വെട്ടിത്തുറന്ന് പറയും. പൊതുവെ തരക്കേടില്ലാത്ത ഒരു ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ആയിരുന്നു പോലീസിൽ ആദ്യം നടത്തിയത്. പിണറായി സർക്കാർ അവഗണിച്ച് പുറത്തു ചാടിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ഉന്നത പദവി കൊടുത്തു. പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർവാധികാരിയായി കഴിഞ്ഞ അജിത് കുമാറിനെ പോലുള്ളവർക്ക് തസ്തികയൊന്നും കൊടുത്തില്ല. ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. പിണറായിയുടെ കാലത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ് തലയാട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അസ്വസ്ഥതയോടെ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ അവർ വാർത്ത കൊടുക്കുന്നു. സീനിയോറിറ്റി പരിഗണിച്ചില്ല, തന്നിഷ്ടം നടത്തി, അസ്വസ്ഥതയാണത്രേ. ഈ അസ്വസ്ഥതയൊക്കെ അവർക്ക് നേരത്തെ ഇല്ലാതെ പോയത് എങ്ങനെയാണ്? ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായ ഷൗക്കത്ത് അലിയാണ്. ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും മോഹിക്കുന്ന പോസ്റ്റാണ് സിറ്റി പോലീസ് കമ്മീഷണർ പദവി. അത് സർക്കാരുകളാണ് നിശ്ചയിക്കേണ്ടത് ഏത് പോസ്റ്റിൽ നിയമിക്കണമെന്ന്. IG പോസ്റ്റാക്കി മാറ്റി സെമി ജുഡീഷ്യൽ അധികാരം കൊടുക്കാൻ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു നീക്കം നടന്നിരുന്നു. എന്നാൽ അത് ജനരോഷത്തെ തുടർന്ന് നടക്കാതെ പോയി. IG സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന കാലമുണ്ട്, DIG ആയിരുന്ന കാലമുണ്ട്, SP ആയിരുന്ന കാലവുമുണ്ട്. ആദ്യമായൊന്നുമല്ല ഏതെങ്കിലും SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സിറ്റി പോലീസ് കമ്മീഷണർ റാങ്കിലെത്തുന്നത്. എന്നാൽ കൺഫർ ചെയ്ത IPSകാരോടുള്ള വിരോധം മൂത്ത് താരതമ്യേന പ്രായം കുറഞ്ഞ ഡയറക്റ്റ് റിക്രൂട്ടീസ് അസ്വസ്ഥപ്പെടുന്നു. അവർക്ക് വേണ്ടി പോലീസ് ഹെഡ് കോഴ്സിലും മറ്റുമിരുന്ന് ചരട് വലിച്ചിരുന്ന ഹരിശങ്കറിനെ പോലുള്ളവർ ഈ പുതിയ നിയമനത്തിൽ അസ്വസ്ഥരാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഷൗക്കത്ത് അലിക്കെതിരെ ശക്തമായ പ്രചരണം നടത്തുന്നത്. ഷൗക്കത്ത് അലിയേക്കാൾ സീനിയറായ ഡയറക്റ്റായി സർവീസിൽ കയറിയ പദം സിംഗ് കൊച്ചി സിറ്റിയുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസായി സേവനമനുഷ്ഠിക്കുന്നു. പദം സിംഗ് എന്ന ഡയറക്റ്റ് IPSകാരൻ ഷൗക്കത്ത് അലിക്ക് കീഴെ DCP ആയിരിക്കുന്നു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അതിൽ പദം സിംഗ് അസ്വസ്ഥനാണത്രേ. IPS ഓഫീസർമാർ ഇതിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്രേ. വാസ്തവത്തിൽ ഇതൊക്കെ കള്ളപ്രചരണം മാത്രമാണ്. കൺഫേർഡ് IPSകാരെ അംഗീകരിക്കാൻ ഇപ്പോഴും ഡയറക്റ്റ് IPSകാർക്ക് മടിയുണ്ട്. പ്രത്യേകിച്ച് ഒരു കൺഫേർഡ് IPSകാരന് പേരും പെരുമയും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് IPSകാർക്ക് പൊതുവെ അതൃപ്തിയാണ്. ഷൗക്കത്ത് അലിക്ക് കിട്ടുന്ന സ്വീകാര്യതയും പേരും പെരുമയുമാണ് ഈ IPS ഉദ്യോഗസ്ഥരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ ഷൗക്കത്ത് അലിയേക്കാൾ സീനിയറാണ് DCP റാങ്കിലിരിക്കുന്ന പദം സിംഗ് എന്ന് പറയുന്നത് ഒരു പച്ചക്കള്ളം മാത്രമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ നുണ പ്രചരിപ്പിക്കുന്നത് എന്ന് ആർക്കും നിശ്ചയമില്ല. ഷൗക്കത്ത് അലി 2015 ബാച്ചുകാരനായ IPSകാരനാണെങ്കിൽ 2018 ബാച്ചുകാരനായ IPSകാരനാണ് പദം സിംഗ്. അതായത് തപം സിംഗിനേക്കാൾ 3 വർഷത്തെ സീനിയോറിറ്റി ഷൗക്കത്ത് അലിക്കുണ്ട്. പിന്നെ എങ്ങനെയാണ് ഷൗക്കത്ത് അലി ജൂനിയറാണ് എന്നിവർ പറയുന്നത്? ജൂനിയർ ആയതുകൊണ്ടല്ല, ഡയറക്റ്റ് IPSകാരൻ ഒരു കൺഫേർഡ് IPSന്റെ കീഴിലിരിക്കുന്നു എന്ന അസ്വസ്ഥതയാണ് ഇവരെ നയിക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത്
2026 ഇന്ത്യൻ പോലീസ് സർവീസിലെ സിവിൽ ലിസ്റ്റാണ്. സിവിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ പോലീസ് ഓഫീസർമാരുടെ മുഴുവൻ വിശദാംശങ്ങളും ഉള്ളതാണ്. ആ വിശദാംശങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നില്ല. സീനിയോറിറ്റിയിലേക്ക് മാത്രം പോകാം. ഈ സിവിൽ ലിസ്റ്റിലെ 8ാമത്തെ പേജ് മുതൽ കൃത്യമായ സീനിയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ കുറേ സീനിയോറിറ്റി, ഇപ്പോൾ ആളുകൾക്ക് കൗതുകമുള്ള, നമ്മുടെ വിഷയവുമായി ബന്ധമില്ലെങ്കിലും ആളുകൾക്ക് കൗതുകമുള്ളത് കൊണ്ട് ആദ്യത്തെ ഒരു 10 സീനിയോറിറ്റി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഏറ്റവും സീനിയർ DGP രവത ചന്ദ്രശേഖർ അല്ല, നേരെ മറിച്ച് നിധിൻ അഗർവാളാണ്. അദ്ദേഹം 1989 ബാച്ചുകാരനാണ്. രണ്ടാമതാണ് റവത ചന്ദ്രശേഖരൻ, 91 ബാച്ചുകാരൻ. മൂന്നാമത് യോഗേഷ് ഗുപ്തയാണ്, 93 ബാച്ചുകാരൻ. നാലാമത് 94 ബാച്ചുകാരനായ മനോജ് എബ്രഹാം. അഞ്ചാമത് 95 ബാച്ചുകാരൻ തന്നെയായ S സുരേഷ്. ആറാമത് 95 ബാച്ചുകാരൻ തന്നെയായ MR അജിത് കുമാർ. ഏഴാമത് 96 ബാച്ചുകാരനായ S ശ്രീജിത്ത്. എട്ടാമത് 96 ബാച്ചുകാരനായ വിജയ് സാക്കറെ. ഒമ്പതാമത് 97 ബാച്ചുകാരൻ ബൽറാം കുമാർ. പത്താമത് 97 ബാച്ചുകാരനായ ഗോകുലോത്ത് ലക്ഷ്മൺ. ഇതാണ്, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ലിസ്റ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല. P വിജയൻ്റെ സീനിയോറിറ്റി ലിസ്റ്റ് അദ്ദേഹം 16ാമത്തെ ഓഫീസറാണ്. അദ്ദേഹം 99 ബാച്ചുകാരനാണ്. H വെങ്കടേഷ് 14ാമത്തേതാണ്. അദ്ദേഹം 98 ബാച്ചുകാരനാണ്. ഇങ്ങനെ പോയി IPS ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റ് 60-ലെത്തുമ്പോൾ നമ്മൾ കാണുന്നു ശ്രീ ഷൗക്കത്ത് അലി AP 2015 ബാച്ച്. അതായത് ഷൗക്കത്ത് അലി 2015 ബാച്ചുകാരനാണ്. റാങ്ക് 60ആണ്. ഷൗക്കത്ത് അലിയേക്കാൾ സീനിയർ ആണെന്ന് പറയുന്ന പദം സിംഗ്, അദ്ദേഹം 92ാം റാങ്കുകാരനാണ്. അതായത് 2018 ബാച്ചുകാരൻ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? സീനിയോറിറ്റിയിൽ 60ാമത് നിൽക്കുന്ന ഷൗക്കത്ത് അലി ജൂനിയർ ആണെന്നും 92ൽ നിൽക്കുന്ന പദം സിംഗ് സീനിയർ ആണെന്നും ഒക്കെ പറയുന്നത് ചിലരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഡയറക്റ്റ് IPSകാർക്ക് കൺഫേർഡ് IPSകാരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പറയുന്നതാണ്. ഈ കെണിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വീണുപോകരുത്. ഷൗക്കത്ത് അലിയെ പോലെ യോഗ്യനായ മറ്റൊരാൾ ആ പദവിയിലിരിക്കാൻ വേറെയില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ 1 വർഷം കൂടി ബാക്കിയുള്ളപ്പോൾ ആ കസേരയിലിരുന്ന് അന്തസ്സായി അദ്ദേഹത്തിന് പണി കൊടുത്തവർക്ക് മറുപടി കൊടുത്ത് മടങ്ങട്ടെ.